ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ BCom FIUGPയുടെ ഭാഗമായിട്ട് വരുന്ന അപ്ലൈഡ് കോസ്റ്റിംഗ് ആൻഡ് കൺട്രോൾ എന്ന പേപ്പറിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ക്ലാസ്സാണ്. ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ഓവർവ്യൂ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. ഈ ഒരു മൊഡ്യൂൾ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട 3 ടേമുകളാണ്: കോസ്റ്റിംഗ്, കോസ്റ്റ് അക്കൗണ്ടിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടൻസി. അതിൽ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണ് കോസ്റ്റിംഗ് എന്നാണ്. കോസ്റ്റിംഗ് റെഫേഴ്സ് ടു ദി ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദി കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ്, സർവീസ് ഓർ ആക്ടിവിറ്റി. നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റീസിൻ്റെയോ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സിനെ പറഞ്ഞ പേരാണത് കോസ്റ്റിംഗ്. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് നിർമ്മിക്കുകയാണ്. ആ പ്രൊഡക്റ്റ് നിർമ്മിക്കുമ്പോൾ നമുക്ക് എത്ര കോസ്റ്റ് വരും, അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് ആണെന്ത് കോസ്റ്റിംഗ്. അല്ലെങ്കിൽ നമ്മളൊരു സർവീസ് ചെയ്യുകയാണ്, ആ സർവീസിന് എത്ര കോസ്റ്റ് വരും എന്ന് കണ്ടുപിടിക്കുന്ന മെത്തേഡ്സ് ആൻഡ് ടെക്നിക്കാണിത് കോസ്റ്റിംഗ്. അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി, ഒരു കാര്യം ചെയ്യുകയാണ്, ആ ഒരു കാര്യത്തിന് നമ്മൾ ചെയ്യുമ്പോൾ എത്ര ചിലവ് വരും എന്ന് കണ്ടുപിടിക്കുന്ന മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സിന് പറഞ്ഞ പേരാണിത് കോസ്റ്റിംഗ്. അപ്പോൾ കോസ്റ്റിംഗ് എന്താണ്? മെത്തേഡ്സ് ആൻഡ് ടെക്നിക്ക് യൂസ് ടു ഡിറ്റർമൈൻ ദി കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ്, സർവീസ് ഓർ ആക്ടിവിറ്റി. ഇനി നമുക്കൊരു ഡെഫിനിഷൻ നോക്കാം. സിമയുടെ ഡെഫിനിഷനാണ്. സിമ ലണ്ടൻ ഡിഫൈൻ ദ ടെക്നിക്സ് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. അല്ലേ, കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്സിനെയും അതിൻ്റെ പ്രോസസ്സിനെയും നമ്മൾ എന്ത് പറയുന്നത് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആക്ടിവിറ്റി നടന്നു, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നിർമ്മിച്ചു, അല്ലെങ്കിൽ ഒരു സേവനം ചെയ്തു, അതിന് എത്ര കോസ്റ്റ് വരും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആൻഡ് പ്രോസസ്സാണെന്ത് കോസ്റ്റിംഗ്. അപ്പോൾ വളരെ എളുപ്പമുള്ള ഡെഫിനേഷനാണ്. എന്താ പറയുന്നത്? ദ ടെക്നിക്സ് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് ദി കോസ്റ്റ് ഈസ് കാൾഡ് കോസ്റ്റിംഗ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്നാണ്. കോസ്റ്റ് അക്കൗണ്ടിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് ആൻഡ് അനാലിസിസ് ഓഫ് കോസ്റ്റ് ഓഫ് ഡാറ്റ. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഓഫ് ഡാറ്റ ഉണ്ടല്ലോ, ആ കോസ്റ്റ് ഓഫ് ഡാറ്റ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സ്, അതുപോലെ തന്നെ അത് ക്ലാസിഫൈ ചെയ്യുന്ന പ്രോസസ്സ്, അത് സമ്മറൈസ് ചെയ്യുന്ന പ്രോസസ്സ്, അത് അനാലിസ് ചെയ്യുന്ന പ്രോസസ്സ്, ഇതെല്ലാതും പാടെ ഉൾക്കൊള്ളുന്ന ഒരു പ്രോസസ്സാണിത് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു കോസ്റ്റിംഗ് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു, അതിനെ അനാലിസ് ചെയ്യുന്നു. അതിനെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ ഇത്ര കോസ്റ്റ് വന്നു, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? റെക്കോർഡ് ചെയ്ത് വെക്കുന്നു, അതിനെ ക്ലാസിഫൈ ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു, അനാലിസ് ചെയ്യുന്നു. അതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. മറ്റൊരു മീനിങ് നോക്കാം. കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ദി പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ്. സിമ്പിൾ മീനിങ് ആണ്, അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ് ആണത് കോസ്റ്റ് അക്കൗണ്ടിങ്. നമ്മൾ പഠിച്ചതാണ് അക്കൗണ്ടിങ് എന്താണ്. അപ്പോൾ അല്ലേ, അക്കൗണ്ടിങ് ഫോർ കോസ്റ്റിനെ അക്കൗണ്ടിങ് ചെയ്യലാണെന്ത് കോസ്റ്റ് അക്കൗണ്ടിങ്. വളരെ സിമ്പിൾ മീനിങ് ആണ്, ആർക്കും വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നൊരു മീനിങ് ആണ്. ഇറ്റ് ഈസ് ദി അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ്, പ്രിപ്പയറിങ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ട്സ് ഫോർ ദി പർപ്പസ് ഓഫ് മാനേജർ ഡിസിഷൻ മേക്കിംഗ്. അല്ലേ, ഇതിലെന്ത് ചെയ്യും? നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും, അതുപോലെ തന്നെ റിപ്പോർട്ട് നൽകണം. എന്തിനാണ്? മാനേജ്മെൻറ്റിന് തീരുമാനങ്ങൾ എടുക്കാൻ. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുമ്പോൾ ഇത്ര കോസ്റ്റ് വരും എന്നെന്ത് ചെയ്യും? നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. അതിലൂടെ മാനേജ്മെൻറ്റിന് കറക്റ്റായിട്ട് എന്തെടുക്കാൻ കഴിയും? തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. മറ്റൊരു ടേം ഇവിടെ നൽകിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ കോസ്റ്റ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് കൺട്രോൾഡ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ് കോസ്റ്റ്, അതെങ്ങനെ കൺട്രോൾ ചെയ്യും, ഈ 2 കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണിത് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ അക്കൗണ്ടിങ് ഫോർ കോസ്റ്റിനെ പറഞ്ഞ പേരാണിത് കോസ്റ്റ് അക്കൗണ്ടിങ്. വളരെ കൃത്യമായിട്ട് മീനിങ് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് വരുന്ന ടേമാണ് കോസ്റ്റ് അക്കൗണ്ടൻസി.
കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ആപ്ലിക്കേഷനാണിത് കോസ്റ്റ് അക്കൗണ്ടൻസി. ആ ഒരു കാര്യം മാത്രം കൃത്യമായി മനസ്സിലാക്കുക. എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ആപ്ലിക്കേഷനാണിത് കോസ്റ്റ് അക്കൗണ്ടൻസി. കോസ്റ്റ് അക്കൗണ്ടൻസി ഈസ് ദി ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. കോസ്റ്റിങ്ങിൻ്റെയും കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെയും ആപ്ലിക്കേഷനാണിത് കോസ്റ്റ് അക്കൗണ്ടൻസി. മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ടു ദി സയൻസ്, ആർട്ട് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് ദി അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ നമ്മൾ കോസ്റ്റിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്തിട്ട് അതിനെ കലാപരമായിട്ടും ശാസ്ത്രീയമായിട്ടും കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, പ്രോഫിറ്റബിലിറ്റി ഉറപ്പുവരുത്തുക. അതിലൂടെ മാനേജ്മെൻറ്റിന് കറക്റ്റ് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കാം. അപ്പോൾ ഇവിടെ 3 ടേമുകളാണ് പറഞ്ഞത്. ഒന്ന് കോസ്റ്റിംഗ്. എന്താണ് കോസ്റ്റിംഗ് പറഞ്ഞാൽ? ടെക്നിക്സ് ഓർ മെത്തേഡ്സ് അസർട്ടൈനിങ് കോസ്റ്റാണിത് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? അത് റെക്കോർഡ് ചെയ്യുകയും കോസ്റ്റ് റെക്കോർഡ് ചെയ്യുക, അത് സമ്മറൈസ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, അത് റിപ്പോർട്ടിലേക്ക് മാറ്റുക. അതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇനി കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ആപ്ലിക്കേഷനാണെന്ത്? കോസ്റ്റ് അക്കൗണ്ടൻസി. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റിംഗ്. ഫസ്റ്റ് പോയിൻ്റാണ് അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ്. എത്രയാണ് കോസ്റ്റ് എന്ന് കണ്ടെത്താൻ സഹായിക്കും. കോസ്റ്റ് കൺട്രോൾ അല്ലേ, നമ്മൾ എത്ര കോസ്റ്റാണോ പ്ലാൻ ചെയ്തത് അത് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാനും സഹായിക്കും. ദെൻ കോസ്റ്റ് റിഡക്ഷൻ. പെർമനൻ്റ് ആയിട്ട് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നത് പറയുന്നത് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്. പെർമനൻ്റ് ആയിട്ട് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കും. നെക്സ്റ്റ് ആണ് ഡിറ്റർമൈൻ സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റിങ്ങിലൂടെ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കണ്ടെത്താൻ സഹായിക്കും. അതുപോലെ തന്നെ പ്രോഫിറ്റ്, ഒരു സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് എത്രയാണ് ഡിറ്റർമൈൻ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ അസിസ്റ്റിംഗ് മാനേജ്മെൻറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റിന് തീരുമാനങ്ങൾ എടുക്കാൻ കോസ്റ്റിംഗ് സഹായിക്കും. അതുപോലെ തന്നെ എഫിഷ്യൻസി മെഷർമെൻറ്റ്, എത്രമാത്രം എഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുമ്പോൾ അല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ സ്ഥാപനത്തിന് എത്രമാത്രം എഫിഷ്യൻസി ഉണ്ട്. കോസ്റ്റിങ്ങിലൂടെ എഫിഷ്യൻസി എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ബജറ്റിങ്ങിനും പ്ലാനിങ്ങിനെയും സഹായിക്കും. ഇൻവെൻട്രി കൺട്രോൾ. ഇൻവെൻട്രി എന്നുള്ള സ്റ്റോക്കാണ്. സ്റ്റോക്ക് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ കോസ്റ്റിംഗ് സഹായിക്കും. അതുപോലെ തന്നെ കോസ്റ്റ് കമ്പാരിസൺ. കോസ്റ്റ് കമ്പാരിസണും എന്ത് സഹായിക്കും? കോസ്റ്റിംഗ് സഹായിക്കും. അതായത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഡിറ്റർമൈൻ ചെയ്യും. പാസ്റ്റ് ഡാറ്റ വെച്ചിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഡിറ്റർമൈൻ ചെയ്യും. എന്നിട്ട് ആക്ച്വലായിട്ട് എത്ര വന്നത് നോക്കും. അപ്പോൾ എന്തിനെ സഹായിക്കും? ഈ ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പാരിസണിന് സഹായിക്കും. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ കോസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് ടോപ്പിക്കാണ് ലിമിറ്റേഷൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഓർ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഫസ്റ്റ് പോയിൻ്റാണ് ബേസ്ഡ് ഓൺ എസ്റ്റിമേറ്റ്സ് ആൻഡ് അസംഷൻ. കോസ്റ്റ് അക്കൗണ്ടൻസി ബേസ് ചെയ്യുന്നത് എസ്റ്റിമേഷൻ്റെയും അതുപോലെ തന്നെ അസംഷൻ്റെയും ബേസിലാണ്. അപ്പോൾ ഈ അസംഷനിൽ കൃത്യമല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ എന്ത് ചെയ്യും? തെറ്റുകൾ വരും. അപ്പോൾ അസംഷൻ പ്രാവർത്തികമായാൽ മാത്രമേ കോസ്റ്റ് അക്കൗണ്ടൻസിയും പ്രാവർത്തികമാവുള്ളൂ. സെക്കൻഡ് പോയിൻ്റാണ് ലാക്ക് ഓഫ് യൂണിഫോം പ്രൊസീജിയർ. ഒരു യൂണിഫോം ആയിട്ടുള്ള പ്രൊസീജിയർ ഇല്ല എന്നത്, അതിൻ്റെ അഭാവം കോസ്റ്റ് അക്കൗണ്ടൻസിയുടെ ലിമിറ്റേഷനാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ പോലെ ഒരു യൂണിഫോം പ്രൊസീജിയർ എന്തിനില്ല? കോസ്റ്റ് അക്കൗണ്ടൻസിക്ക് ഇല്ല. നെക്സ്റ്റ് ആണ് കോസ്റ്റ്ലി ടു ഇൻസ്റ്റാൾ ആൻഡ് മെയിൻറ്റെയിൻ. വളരെ ചിലവ് കൂടുതലാണ്. ഇൻസ്റ്റാൾ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും വളരെ ചിലവ് കൂടുതലാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റമാണ്, ഒരു സങ്കീർണമായിട്ടുള്ള സിസ്റ്റമാണിത് കോസ്റ്റ് അക്കൗണ്ടിങ്. നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മാൾ ഓർഗനൈസേഷൻ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കൂടുതലും ഉപയോഗിക്കുന്നത് വൻകിട സ്ഥാപനങ്ങളാണ്. സ്മാൾ ഓർഗനൈസേഷൻ ഇതെന്തില്ല, സൂട്ടബിൾ അല്ല. ഇഗ്നോസ് നോൺ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ്. നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ് കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ ഇഗ്നോർ ചെയ്യുന്നു എന്നതും കോസ്റ്റ് അക്കൗണ്ടൻസിയുടെ ഒരു ലിമിറ്റേഷൻ ആണ്. പോസിബിലിറ്റി ഓഫ് മാനിപ്പുലേഷൻ ഓഫ് ഡാറ്റ. ഡാറ്റകളിൽ മാനിപ്പുലേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റിസൾട്ട് മേ ഡിഫർ വിത്ത് ഡിഫറെൻറ്റ് മെത്തേഡ്. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡ് കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡ് ഉപയോഗിക്കുന്നതോടെ അതിൻ്റെ റിസൾട്ടിലും എന്ത് ചെയ്യും? വ്യത്യസ്തത വരും.
ഹിസ്റ്റോറിക്കലി നാച്ചുറൽ ഓർ പാസ്റ്റ് ഓറിയൻറ്റഡ്. കോസ്റ്റ് എക്കോണമിക്സിൽ ഉപയോഗിക്കുന്നത് ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ്, അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന കാര്യമാണ് ഉപയോഗിക്കുന്നത്. കോസ്റ്റ് എക്കോണമിക്സിൽ ഉപയോഗിക്കുന്നത് അതും കോസ്റ്റ് എക്കോണമിക്സിയുടെ വൺ ഓഫ് ദി ലിമിറ്റേഷനാണ്. നെക്സ്റ്റ് പോയിൻ്റാണ് റിക്വയർസ് സ്കിൽഡ് പേഴ്സണൽ. കോസ്റ്റ് എക്കോണമിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ ആവശ്യമാണ്. അപ്പോൾ ലിമിറ്റേഷൻസൊക്കെ ഓരോ പോയിൻറ്റും കൃത്യമായിട്ട് മനസ്സിലാക്കുക. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അപ്പോൾ ഇത് ഞാൻ നൽകിയിട്ടുള്ളത് ഒരു ഫ്ലോ ചാർട്ടാണ്. ഈ ഒരു ഫ്ലോ ചാർട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഫ്ലോ ചാർട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും ഇവിടുന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. പ്രധാനമായിട്ടും 3 എലമെൻറ്റ്സ് ആണ് കോസ്റ്റിനുള്ളത്. ഒന്നാണ് മെറ്റീരിയൽ കോസ്റ്റ്, 2 ലേബർ കോസ്റ്റ്, 3 എക്സ്പെൻസ്. അപ്പോൾ 3 എലമെൻ്റാണ് മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക ഏതൊക്കെയാണ് എലമെൻറ്റ്. മെറ്റീരിയൽ ഒരു എലമെൻ്റാണ്, ലേബർ മറ്റൊരു എലമെൻ്റാണ്, എക്സ്പെൻസ് മറ്റൊരു എലമെൻ്റാണ്. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് മെറ്റീരിയൽ? അവിടെ കറക്റ്റ് മീനിങ് നൽകിയിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഓൾ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ. നമ്മൾ ഒരു പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ മെറ്റീരിയലുമാണ് മെറ്റീരിയൽ കോസ്റ്റ് വരിക. ഒരു പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ എന്തെല്ലാം മെറ്റീരിയൽസാണ് ഉപയോഗിച്ചത് അതാണ് മെറ്റീരിയൽ കോസ്റ്റ്. ദെൻ ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഹ്യൂമൻ എഫേർട്ട് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ. ഒരു പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിച്ച ഹ്യൂമൻ മനുഷ്യന്മാരുണ്ടല്ലോ അല്ലേ, ജീവനക്കാർ, ലേബേഴ്സ്, ഹ്യൂമൻ എഫേർട്ട് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ആണത് ലേബർ കോസ്റ്റ്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് മെറ്റീരിയൽ കോസ്റ്റിൻ്റെ മീനിങ് നൽകിയിട്ടുണ്ട്, ലേബർ കോസ്റ്റിൻ്റെ മീനിങ് കൂടെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് എക്സ്പെൻസസ് ഓർ അതർ കോസ്റ്റ്. ഇതിലാണ് മറ്റു എല്ലാ കോസ്റ്റുകളും വരിക. ഓൾ അതർ കോസ്റ്റ് പാർട്ട് ഫ്രം മെറ്റീരിയൽ ആൻഡ് ലേബർ. മെറ്റീരിയലും ലേബറും അല്ലാത്ത എല്ലാ കോസ്റ്റുകളാണിത് എക്സ്പെൻസസ്. അപ്പോൾ ഓൾ കോസ്റ്റസ് അതർ ദാൻ മെറ്റീരിയൽ ലേബറാണിത് എക്സ്പെൻസ്. അപ്പോൾ 3 എലമെൻറ്റാണ് പറഞ്ഞത്. ഒന്ന് മെറ്റീരിയൽ പറഞ്ഞത് എന്താണ്? കോസ്റ്റ് ഫോർ ഓൾ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ. ദെൻ ലേബർ എന്ന് പറഞ്ഞാലോ കോസ്റ്റ് ഓഫ് ഹ്യൂമൻ എഫേർട്ട് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ. ദെൻ എക്സ്പെൻസ് പറഞ്ഞാലോ മെറ്റീരിയലും ലേബറും അല്ലാത്ത എല്ലാ കോസ്റ്റുകളും എന്താണ്? എക്സ്പെൻസുകളാണ്. നെക്സ്റ്റ് മെറ്റീരിയൽ ആർ ക്ലാസിഫൈഡ് ആസ് 2 ഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ലേബർ ആൾസോ ഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് ലേബർ, എക്സ്പെൻസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ ആദ്യം നമ്മൾ 3 എലമെൻറ്റ്സ് പറഞ്ഞു. ദെൻ അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ വരുന്നത് അല്ലേ, മെറ്റീരിയലിൻ്റെ കേസിൽ ഡയറക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റും ഉണ്ട്. ലേബറിൻ്റെ കേസിൽ ഡയറക്റ്റ് ലേബറും ഉണ്ട്, ഇൻഡയറക്റ്റ് ലേബറും ഉണ്ട്. എക്സ്പെൻസിൻ്റെ കേസിൽ ഡയറക്റ്റ് എക്സ്പെൻസും ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഉണ്ട്. ഇനി ഓരോന്നിൻ്റെയും മീനിങ് നോക്കാം. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഈസിലി ഐഡൻറ്റിഫയബിൾ വിത്ത് ദി പ്രൊഡക്റ്റ്. നമുക്ക് ആ പ്രൊഡക്റ്റുമായിട്ട് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, നമുക്ക് കൃത്യമായിട്ട് ട്രേസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണിത് ഡയറക്റ്റ് മെറ്റീരിയൽ. അപ്പോൾ ഈസിലി ഐഡൻറ്റിഫയബിൾ വിത്ത് ദി പ്രൊഡക്റ്റാണിത് ഡയറക്റ്റ് മെറ്റീരിയൽ. അതിൻ്റെ എക്സാമ്പിളാണ് റോ മെറ്റീരിയൽ അല്ലേ. അപ്പോൾ ഒരു റോ മെറ്റീരിയൽ കണ്ടു കഴിഞ്ഞാൽ അത് ഏതിൻ്റെ മെറ്റീരിയലാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ കോമ്പോണൻസ് എക്സെട്ര. അപ്പോൾ റോ മെറ്റീരിയൽസ്, കോമ്പോണൻസ് ഒക്കെ ഉണ്ട് ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ എക്സാമ്പിൾ. ദെൻ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ നോട്ട് ഡയറക്റ്റ്ലി ട്രേസബിൾ ടു ദി പ്രൊഡക്റ്റ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റുമായിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡയറക്റ്റായിട്ട് ട്രേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ ഡയറക്റ്റ് മെറ്റീരിയൽ എന്നും, ഡയറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനോ ട്രേസ് ചെയ്യാനോ പറ്റാത്തതാണെങ്കിൽ അതിനെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്നും പറയുന്നു. എക്സാമ്പിളാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ എക്സാമ്പിൾ ലൂബ്രിക്കൻസ്, സ്മാൾ ടൂൾസ്. ചെറിയ ടൂൾസും റൂബിക്കൻസ് ഒക്കെ എന്താണ്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽസിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ 2 മെറ്റീരിയൽ പറഞ്ഞു, ഒന്ന് ഡയറക്റ്റ് മെറ്റീരിയലും മറ്റൊന്ന് ഇൻഡയറക്റ്റ് മെറ്റീരിയലും. ദെൻ ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി ഇൻവോൾവ്ഡ് ഇൻ പ്രൊഡക്ഷൻ. അപ്പോൾ ഡയറക്റ്റായിട്ട് പ്രൊഡക്ഷനെ ഇൻവോൾവ് ചെയ്യുന്ന
വർക്കേഴ്സാണിത് ഡയറക്റ്റ് ലേബർ. ഇപ്പോൾ ഒരു വർക്കർ പ്രൊഡക്ഷനുമായിട്ട് ഡയറക്റ്റായിട്ട് അയാൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇടപെടുന്നുണ്ടെങ്കിൽ, അത്തരം ലേബേഴ്സിന് നമ്മൾ എന്ത് പറയുന്നത് ഡയറക്റ്റ് ലേബേഴ്സ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ എക്സാമ്പിൾ വേജസ് ഓഫ് വർക്കേഴ്സ് അല്ലേ, വർക്കേഴ്സിൻ്റെ വേജ്. അവരെന്തുണ്ട്, ആ വർക്കിൽ പങ്കെടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവർക്ക് വേജ് നമ്മൾ നൽകുന്നത്. ദെൻ ഇൻഡയറക്റ്റ് ലേബർ നേരെ ഓപ്പോസിറ്റാണ്, നോട്ട് ഡയറക്റ്റ്ലി ഇൻവോൾവ് ഇൻ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനുമായിട്ട് എന്തില്ല, ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് അവർക്കില്ല. ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഇല്ലാത്തവരാണ് ആര്, ഇൻഡയറക്റ്റ് ലേബേഴ്സ്. എക്സാമ്പിളാണ് സൂപ്പർവൈസർ സാലറി അല്ലേ. അതുപോലെ തന്നെ വാച്ച്മാൻ വേജ്. വാച്ച്മാൻ എന്തില്ല, ഒരു പ്രൊഡക്ഷനുമായിട്ടൊന്നും ഡയറക്റ്റായിട്ട് അയാൾക്ക് ഇടപാടില്ല. അയാൾ എന്തിനകത്ത് നോക്കുള്ളൂ, അയാൾ ആ സെക്യൂരിറ്റി ജോബ് മാത്രമേ നോക്കുള്ളൂ. അപ്പോൾ ലേബറിൽ ഡയറക്റ്റ് പറഞ്ഞു, ഇൻഡയറക്റ്റ് പറഞ്ഞു. ദെൻ എക്സ്പെൻസസ്. ഡയറക്റ്റ് എക്സ്പെൻസ് പറഞ്ഞാൽ ഡയറക്റ്റ്ലി ആട്രിബ്യൂട്ടബിൾ ടു ദി എ പ്രൊഡക്റ്റ്. ഒരു എക്സ്പെൻസ് ഡയറക്റ്റായിട്ട് ആ പ്രൊഡക്റ്റുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ചാർജബിൾ എക്സ്പെൻസ് എന്ന് പറയും. ഡയറക്റ്റ് എക്സ്പെൻസിനെ ചാർജബിൾ എക്സ്പെൻസ് എന്ന് പറയും. എക്സാമ്പിളാണ് റോയൽറ്റി, സ്പെഷ്യൽ ഹയർ ചാർജ്. കൃത്യമായിട്ട് എക്സാമ്പിൾ മനസ്സിലാക്കുക. റോയൽറ്റി എന്താണ്, ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ഹയർ ചാർജൊക്കെ എന്താണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ദെൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, അത് നമ്മൾ ഓവറായിട്ട് പറഞ്ഞ പേരാണ് ഓവർഹെഡ്. ടോട്ടൽ ഓഫ് ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണിത് ഓവർഹെഡ്. കാനോട്ട് ബി ഡയറക്റ്റ്ലി ട്രേസബിൾ ടു എ പ്രൊഡക്റ്റ്. അപ്പോൾ ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൃത്യമായിട്ട് ട്രേസ് ചെയ്യാൻ പറ്റും. ഇൻഡയറക്റ്റ് എന്ത് ചെയ്യുന്നില്ല, ട്രേസ് ചെയ്യാൻ പറ്റില്ല. കാനോട്ട് ബി ഡയറക്റ്റ്ലി ട്രേസ്ഡ് ടു എ പ്രൊഡക്റ്റ്. എക്സാമ്പിളാണ് റെൻറ്റ്, ഇലക്ട്രിസിറ്റി, ഓഫീസ് എക്സ്പെൻസ്. അതൊക്കെ എന്താണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമ്മൾ അക്കൗണ്ടൻസിലേക്ക് എപ്പോഴും പഠിക്കാണ് റെൻറ്റ്, സാലറി, ഇലക്ട്രിസിറ്റി, ഓഫീസ് എക്സ്പെൻസ്, അഡ്വർടൈസ്മെൻറ്റ്. ഇതൊക്കെ എന്താണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. അപ്പോൾ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ 3 എലമെൻറ്റ്സ് ആണ് പറഞ്ഞു. ആ 3 എലമെൻറ്റ്സിൻ്റെയും ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഇനി ഇവിടെ നമുക്ക് 2 കോൺസെപ്റ്റും കൂടി ഇവിടെ കൃത്യമായിട്ട് ഈ ഒരു ഫ്ലോ ചാർട്ട് നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ് പ്രൈം കോസ്റ്റ്. പ്രോബ്ലമൊക്കെ വരുന്ന ഏരിയ പ്രൈം കോസ്റ്റ്. കൃത്യമായിട്ട് എന്താണ് പ്രൈം കോസ്റ്റ്, തിയറി ആയിട്ടും വരാൻ സാധ്യതയുണ്ട്, പ്രോബ്ലത്തിലും വരാൻ സാധ്യതയുണ്ട്. പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് ഓൾ ഡയറക്റ്റ് ആണ്. അപ്പോൾ 3 എലമെൻറ്റ്സ് ഉണ്ടല്ലോ, ആ 3 ഡയറക്റ്റ് എലമെൻറ്റ്സിൻ്റെയും ടോട്ടൽ പറഞ്ഞ പോയാണ് പ്രൈം കോസ്റ്റ്. ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പോൾ എന്താണ് പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. ഇത് 3 കൂട്ടിയാൽ കിട്ടുന്നതാണിത് പ്രൈം കോസ്റ്റ്. ദെൻ ടോട്ടൽ കോസ്റ്റ് എന്താ അവിടെ നൽകിയിട്ടുണ്ട്. പ്രൈം കോസ്റ്റ് പ്ലസ് ഓവർ ഹെഡ് ആണെന്ത് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. അപ്പോൾ ടോട്ടൽ ഓഫ് ഡയറക്റ്റ് എക്സ്പെൻസസ് പ്രൈം കോസ്റ്റും ടോട്ടൽ ഓഫ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഓവർ ഹെഡും ആണെന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇതിൽ ഓരോന്നിൻ്റെയും മീനിങ്ങും കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്, അതിൻ്റെ എക്സാമ്പിളും കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ കോസ്റ്റ് അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട പഠിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. നല്ല പ്രാധാന്യം ഈ ഒരു ഫ്ലോ ചാർട്ടിന് എല്ലാവരും നൽകുക. നെക്സ്റ്റ് നമ്മൾ ആൾറെഡി പറഞ്ഞ ടേമാണ് എങ്കിലും അതിൻ്റെ ഒരു മീനിങ് കൃത്യമായിട്ട് പറയാം. ഓവർ ഹെഡ്. ഓവർ ഹെഡ് എന്ന് പറഞ്ഞ വേർഡ് കേൾക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലേക്ക് വരണം. ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണെന്ന് ഓവർ ഹെഡ്. ഓവർ ഹെഡ് റെഫേഴ്സ് ടു ഇൻഡയറക്റ്റ് കോസ്റ്റ് ദാറ്റ് കാനോട്ട് ബി ഡയറക്റ്റ്ലി ട്രേസ്ഡ് ടു എ സ്പെസിഫിക് പ്രൊഡക്റ്റ്, ജോബ് ഓർ സർവീസ്. ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് കോസ്റ്റാണ്. അതെന്തുമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് ട്രേസ് ചെയ്യാൻ കഴിയില്ല. ഒരു പ്രത്യേക പ്രൊഡക്റ്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ജോബിൽ നിന്നോ ഒരു സർവീസിൽ നിന്നോ നമുക്ക് എന്തുമില്ല ഡയറക്റ്റായിട്ട് ട്രേസ് ചെയ്യാൻ പറ്റാത്ത
ഇൻഡയറക്റ്റ് കോസ്റ്റിന് പറഞ്ഞ പേരാണിത് ഓവർഹെഡ്. ദീസ് ആർ അഗ്രിഗേറ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ 3 കോസ്റ്റിൻ്റെ അഗ്രിഗേറ്റിനെ പറഞ്ഞ പേരാണിത് ഓവർഹെഡ്. ഏതൊക്കെയാണ്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ എല്ലാ ഡയറക്റ്റിൻ്റെ ടോട്ടലിനെയും പ്രൈം കോസ്റ്റ് എന്നും എല്ലാ ഇൻഡയറക്റ്റിൻ്റെ ടോട്ടലിനെയും ഓവർഹെഡ് എന്ന് പറയുന്നു. ആ കാര്യം കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ ആണല്ലോ. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഓവർഹെഡ് ആൾസോ കാൾഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പോൾ ഓവർഹെഡ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ടോട്ടൽ ഓഫ് ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ കോൾഡ് ഓവർഹെഡ്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഓവർഹെഡ്. അത് ഫസ്റ്റ് വൺ ഫാക്ടറി ഓർ പ്രൊഡക്ഷൻ ഓവർഹെഡ്. ഒരു ഓവർഹെഡ് അതായത് ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഫാക്ടറിയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ടതോ ആണെങ്കിൽ അതിന് പറഞ്ഞ പേരാണത് ഫാക്ടറി ഓവർഹെഡ്. റിലേറ്റഡ് ടു എ പ്രൊഡക്ഷൻ പ്രോസസ്സ്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട എല്ലാ ഓവർഹെഡുകൾക്കും പറയുന്ന പേരാണിത് ഫാക്ടറി ഓവർഹെഡ്. അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഫാക്ടറി റെൻറ്റ്. ഇനി ഫാക്ടറിയുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ ഏതൊക്കെ ഓവർഹെഡ് ഉണ്ടോ അതൊക്കെ എന്താണ്? ഫാക്ടറി ഓവർഹെഡാണ്. മെഷീൻ മെയിൻ്റനൻസ് പ്രധാനപ്പെട്ട 2 എക്സാമ്പിളാണ് ഫാക്ടറി റെൻറ്റും മെഷീൻ മെയിൻ്റനൻസും. നെക്സ്റ്റ് സെക്കൻഡ് ഓവർഹെഡിൻ്റെ ടൈപ്സ് ആണ് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. ഒരു ഓവർഹെഡ് അതായത് ഒരു ഇൻഡയറക്റ്റ് മെറ്റീരിയലോ ഇൻഡയറക്റ്റ് ലേബറോ ഇൻഡയറക്റ്റ് എക്സ്പെൻസോ ഓഫീസുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടതോ ആണെങ്കിൽ അതിന് പറഞ്ഞ പേരാണിത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. അപ്പോൾ ഓഫീസുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ഓഫീസ് ഓവർഹെഡാണ്. അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ഏതാണ്? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡാണ്. എക്സാമ്പിളാണ് ഓഫീസ് സാലറി, സ്റ്റേഷനറി. ഓഫീസ് സാലറിയും സ്റ്റേഷനറിയും. ഇനി ഓഫീസിൽ നിന്ന് വേർഡ് ഉണ്ടെങ്കിൽ ഏതൊരു എക്സ്പെൻസ് ആണെങ്കിലും അതെന്തായിരിക്കും? ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആയിരിക്കും. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് സെല്ലിംഗ് ഓവർഹെഡ്. ഓവർഹെഡ് റിലേറ്റഡ് ടു സെയിൽസ് ആക്ടിവിറ്റി. സെയിൽസുമായി ബന്ധപ്പെട്ട സാധനങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട എല്ലാ ഓവർഹെഡുകളാണെന്ത് സെല്ലിംഗ് ഓവർഹെഡിൽ വരിക. അതിൽ വരുന്ന പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് അഡ്വർടൈസ്മെൻറ്റ് ഒരു സെല്ലിംഗ് ഓവർഹെഡാണ്. സെയിൽസ് കമ്മീഷനും ഒരു സെല്ലിംഗ് ഓവർഹെഡാണ്. അപ്പോൾ സെല്ലിംഗ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ സെയിൽസുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഡയറക്റ്റ് മെറ്റീരിയലും ലേബറും എക്സ്പെൻസുകളും എന്താണ്? സെല്ലിംഗ് ഓവർഹെഡാണ്. നെക്സ്റ്റ് ആണ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഒരു ഗുഡ്സ് ഡെലിവർ ചെയ്യുമായി ബന്ധപ്പെട്ട എല്ലാ ഓവർഹെഡുകൾക്കും പറഞ്ഞ പേരാണിത് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. എക്സാമ്പിളാണ് ട്രാൻസ്പോർട്ട്, വെയർഹൗസ്. അപ്പോൾ 4 ടൈപ്സ് ഓഫ് ഓവർഹെഡാണ് പറഞ്ഞത്. ഒന്ന് ഫാക്ടറി ഓവർഹെഡ്, 2 ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, 3 സെല്ലിംഗ് ഓവർഹെഡ്, 4 ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. കൃത്യമായിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് പ്രൈം കോസ്റ്റ്. കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ്. പ്രോബ്ലംസ് ഇവിടുന്ന് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. പ്രൈം കോസ്റ്റ് ഈസ് ദി ടോട്ടൽ ഓഫ് ഓൾ ഡയറക്റ്റ് കോസ്റ്റ് ഇൻക്ലൂഡ് ഇൻ പ്രൊഡക്ഷൻ. ഒരു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഡയറക്റ്റ് കോസ്റ്റുകൾക്കും പറയുന്ന പേരാണിത് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് ഈസ് ദി ടോട്ടൽ ഓഫ് ഓൾ ഡയറക്റ്റ് കോസ്റ്റ് ഇൻക്ലൂഡ് ഇൻ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഡയറക്റ്റ് കോസ്റ്റുകൾക്കും പറയുന്ന പേരാണിത് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് ഈക്വൽ ടു ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ എന്താണ് പ്രൈം കോസ്റ്റ് ഇക്വേഷന്? ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണെന്ത് പ്രൈം കോസ്റ്റ്. കോസ്റ്റ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട
ഫസ്റ്റ് വരുന്ന ഏരിയ ആണ് പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാ ഡയറക്റ്റ് മെറ്റീരിയലും എല്ലാ ഡയറക്റ്റ് ലേബറും എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? പ്രൈം കോസ്റ്റ് കിട്ടും. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുമായി ബന്ധപ്പെട്ട തിയറിയും പ്രോബ്ലംസും പരീക്ഷകൾക്ക് വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് കോസ്റ്റ് യൂണിറ്റ്. എ കോസ്റ്റ് യൂണിറ്റ് ഈസ് ദി യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ് ഇൻ റിലേഷൻ ടു വിച്ച് കോസ്റ്റ് ആർ അസേർട്ടൈൻഡ്. ഒരു കോസ്റ്റ് കണ്ടെത്തുന്നതോ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ യൂണിറ്റിന് പറഞ്ഞ പേരാണിത് കോസ്റ്റ് യൂണിറ്റ്. അപ്പോൾ കോസ്റ്റ് യൂണിറ്റ് ഈസ് ദി യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ് ഇൻ റിലേഷൻ ടു വിച്ച് കോസ്റ്റ് ആർ അസേർട്ടൈൻഡ്. കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ ഒരു ഔട്ട്പുട്ടിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് ആണിത് കോസ്റ്റ് യൂണിറ്റ്. കോസ്റ്റ് യൂണിറ്റ് ഈക്വൽ ടു യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഫോർ വിച്ച് കോസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ്. നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിന് പറഞ്ഞ പേരാണിത് കോസ്റ്റ് യൂണിറ്റ്. അപ്പോൾ എക്സാമ്പിളോടെയും കണ്ടു കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് കോസ്റ്റ് യൂണിറ്റ് മനസ്സിലാവും. അല്ലേ, നമ്മൾ പെർ യൂണിറ്റ് എന്ന് പറയാറുണ്ട്. പെർ ടേബിൾ, ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു ടി വി എന്നൊക്കെ പറയും പോലെ. അതെന്താണ്? 1 എന്നുള്ള മീനിങ്, അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3, നമ്മൾ എണ്ണാണ് അവിടെ പറയണത്. ദെൻ കിലോഗ്രാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ 1 കിലോ അല്ലെങ്കിൽ 10 കിലോ അല്ലെ, പഞ്ചസാര സിമെൻ്റൊക്കെ കിലോഗ്രാമാണ്, 25 kg. നമ്മൾ kgയിൽ എക്സ്പ്രസ് ചെയ്യണം. ദെൻ ലിറ്റർ, പെട്രോള്, മിൽക്കൊക്കെ എന്താണ്? ലിറ്ററിലാണ് അതിൻ്റെ യൂണിറ്റ്. ദെൻ ടണ്ണ്, സ്റ്റീലും കോളൊക്കെ ടണ്ണ് കണക്കിനാണ്. ദെൻ കിലോമീറ്റർ, ഇപ്പോൾ ട്രാൻസ്പോർട്ടാണെങ്കിൽ അല്ലേ 200 കിലോമീറ്റർ 300 കിലോമീറ്റർ നമ്മൾ കിലോമീറ്ററിലാണ് പറയാം. ദെൻ പെർ പാസഞ്ചർ കിലോമീറ്റർ, ബസ്സോ റെയിൽവേ വെച്ചാൽ പാസഞ്ചേഴ്സിന് ഇത്ര കിലോമീറ്റർ. ഇപ്പോൾ അല്ലേ ഒരു 50 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ബസ് ചാർജ് ഇത്രയാണ് പറഞ്ഞ പോലെ. ദെൻ പെർ റൂം, ഹോട്ടലിലൊക്കെ ഒരു റൂമിന് ഒരു ഡേ ഇത്രയാണ് വില, പെർ റൂം പെർ ഡേ. അപ്പോൾ ഇതൊക്കെയാണ് കോസ്റ്റ് യൂണിറ്റ്. അപ്പോൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഫോർ വിച്ച് കോസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ്. വൺസ് മോർ, യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഫോർ വിച്ച് കോസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഈസ് നോൺ ആസ് കോസ്റ്റ് യൂണിറ്റ്. നെക്സ്റ്റ് വരുന്ന ഒരു പ്രധാനപ്പെട്ട ടേമാണ് കോസ്റ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ ഒരു ടേം പറഞ്ഞു കോസ്റ്റ് യൂണിറ്റ്, മറ്റൊരു പ്രധാനപ്പെട്ട ടേമാണ് കോസ്റ്റ് ഒബ്ജക്റ്റ്. കോസ്റ്റ് ഒബ്ജക്റ്റ് ഈസ് എനി ഐറ്റം വി വാണ്ട് ടു മെഷർ ഓർ അസൈൻ കോസ്റ്റ് ടു. ഒരു കോസ്റ്റ് അസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതൊരു ഐറ്റംസിനെയും പറഞ്ഞ പേരാണത് കോസ്റ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ എനി ഐറ്റം വി വാണ്ട് ടു മെഷർ ഓർ അസൈൻ കോസ്റ്റ്. ഒരു കോസ്റ്റ് മെഷർ ചെയ്യാനോ അല്ലെങ്കിൽ അസൈൻ ചെയ്യാനോ ഉപയോഗിക്കുന്ന ഏതൊരു ഐറ്റം അതിനെ പറഞ്ഞ പേരാണ് കോസ്റ്റ് ഒബ്ജക്റ്റ്. ഇറ്റ് റെഫേഴ്സ് ടു സംതിങ് ടു വിച്ച് കോസ്റ്റ് ആർ അസൈൻഡ്. നമ്മൾ കോസ്റ്റ് അസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏതൊരു വസ്തുവിനെയും പറയുന്ന പേരാണത് കോസ്റ്റ് ഒബ്ജക്റ്റ്. ഇറ്റ് ഈസ് എ ടാർജറ്റ് ഓഫ് കോസ്റ്റ് കാൽക്കുലേഷൻ. കോസ്റ്റ് കാൽക്കുലേഷൻ്റെ ടാർജറ്റാണിത് കോസ്റ്റ് ഒബ്ജക്റ്റ്. നമ്മളൊരു കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യും? ഒരു ടാർജറ്റ് വെക്കും. ആ ടാർജറ്റിന് പറഞ്ഞ പേരാണിത് കോസ്റ്റ് ഒബ്ജക്റ്റ്. സോ എ കോസ്റ്റ് ഒബ്ജക്റ്റ് ക്യാൻ ബി, താഴെ കുറച്ച് എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. കൃത്യമായിട്ട് ആ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോസ്റ്റ് ഒബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലാവും. ഫസ്റ്റത്തെ എക്സാമ്പിൾ പ്രൊഡക്റ്റിൻ്റെ കേസിലാണെങ്കിൽ ഒരു പെന്ന്, 1 പെന്ന് എന്നത് എന്താണ്? ഒരു കോസ്റ്റ് ഒബ്ജക്റ്റാണ്. ഇനി സർവീസിൻ്റെ കേസിലാണെങ്കിൽ ക്ലീനിങ് സർവീസ് അതെന്താണ്? ഒരു കോസ്റ്റ് ഒബ്ജക്റ്റാണ്. കസ്റ്റമറിൻ്റെ കേസിലാണെങ്കിൽ ആമസോണിൽ സാധനം വാങ്ങുന്ന ഒരാൾ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ഒരാൾ. ദെൻ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. നെക്സ്റ്റ് ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ റോഡ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ഇതൊക്കെയാണ് എന്ത്? കോസ്റ്റ് ഒബ്ജക്റ്റ്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ കേസിൽ പറഞ്ഞു, സർവീസിൻ്റെ കേസിൽ പറഞ്ഞു, കസ്റ്റമറുടെ കേസിൽ പറഞ്ഞു, ഡിപ്പാർട്ട്മെൻറ്റ് കേസിൽ പറഞ്ഞു, പ്രൊജക്റ്റിൻ്റെ കേസിൽ പറഞ്ഞു. ദസ് കോസ്റ്റ് ഒബ്ജക്റ്റ് ഈസ് എനിത്തിങ്, എന്തും ആവാം, ഫോർ വിച്ച് കോസ്റ്റ് ആർ മെഷേർഡ് ആൻഡ് അക്യുമുലേറ്റഡ്.
ഒരു കോസ്റ്റ് മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ഏതൊരു വസ്തുവിനെയും പറയുന്ന പേരാണിത് കോസ്റ്റ് ഒബ്ജക്റ്റ്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ്. എ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ഈസ് എ പാർട്ട് ഓർ യൂണിറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ where a manager is responsible for controlling cost, revenues or investment. Responsibility center എന്ന് പറഞ്ഞാൽ is a part or unit of organization, ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമാണ്. where a manager, ഒരു മാനേജർ റെസ്പോൺസിബിൾ ഫോർ കൺട്രോളിങ് കോസ്റ്റ്, റവന്യൂ, ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു സ്ഥാപനത്തിൻ്റെ മാനേജർ ആ സ്ഥാപനത്തിലെ കോസ്റ്റുകളും അതുപോലെ തന്നെ റവന്യൂസും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും കൺട്രോൾ ചെയ്യാൻ ഉത്തരവാദിത്തമാണ്. ഇത്തരം ഉത്തരവാദിത്തമുള്ള മാനേജേഴ്സിന് എന്ത് വന്നത് നമ്മൾ റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ്. ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ പെർഫോമൻസ്, ആരാണ് പെർഫോമൻസിന് റെസ്പോൺസിബിൾ. ഇവിടെ കറക്റ്റ് ഒരു കാര്യം നൽകിയിട്ടുണ്ട്. റെസ്പോൺസിബിലിറ്റി സെൻറ്റർ ഈക്വൽ ടു ഏരിയ പ്ലസ് മാനേജർ റെസ്പോൺസിബിൾ ഫോർ റിസൾട്ട് അല്ലേ. ഏരിയയും അതിൽ വരും, അതുപോലെ തന്നെ ഒരു മാനേജർ നിന്ന് ആ റിസൾട്ടിന് റെസ്പോൺസിബിളാണ്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമാണ്. അവിടെ എന്ത് ചെയ്യുന്നു, ഒരു മാനേജർ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും റവന്യൂ ജനറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിനും റെസ്പോൺസിബിൾ ആണ്. നെക്സ്റ്റ് വരുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ്. ഇവിടെ വരുന്ന ഓരോ സെൻറ്റേഴ്സും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് വരുന്ന ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി സെൻറ്ററാണ് കോസ്റ്റ് സെൻറ്റർ. എ യൂണിറ്റ് വേർ ദി മാനേജർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൺലി ഫോർ കൺട്രോളിങ് കോസ്റ്റ്. അപ്പോൾ ഇവിടെ മാനേജർ കോസ്റ്റ് കൺട്രോളിങ് മാത്രം ഉത്തരവാദിത്തമാണെങ്കിൽ, ഓൺലി ഫോർ കൺട്രോളിങ് കോസ്റ്റ്, റെസ്പോൺസിബിൾ ഓൺലി ഫോർ കൺട്രോളിങ് കോസ്റ്റ് ആണെങ്കിൽ അതിന് പറഞ്ഞ പേരാണിത് കോസ്റ്റ് സെൻറ്റർ. ഒരു മാനേജർ കോസ്റ്റ് മാത്രം കൺട്രോൾ ചെയ്യാൻ റെസ്പോൺസിബിൾ ആണെങ്കിൽ അത്തരം സെൻറ്ററിന് പറഞ്ഞ പേരാണ് കോസ്റ്റ് സെൻറ്റർ. ഇനി ഒരു ഡെഫിനിഷൻ നോക്കാം. സിമ ലണ്ടൻ ഡിഫൈൻസ് കോസ്റ്റ് സെൻറ്റർ ആസ് എ ലൊക്കേഷൻ, പേഴ്സൺ ഓർ ഐറ്റം ഓഫ് എക്യുപ്മെൻറ്റ് ഓർ ഗ്രൂപ്പ് ഓഫ് ദിസ് ഫോർ വിച്ച് കോസ്റ്റ് മേ ബി അസർട്ടൈൻഡ് ആൻഡ് യൂസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് കൺട്രോൾ. കോസ്റ്റ് കൺട്രോൾ ഒരു ലൊക്കേഷനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഐറ്റംസോ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പോ കോസ്റ്റ് കൺട്രോളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. ഇനി കോസ്റ്റ് സെൻറ്റർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കോസ്റ്റ് കൺട്രോളിങ്ങിനാണ്. കോസ്റ്റ് സെൻറ്റർ മെയിൻലി ഫോക്കസ് ഓൺ കോസ്റ്റ് കൺട്രോളാണ്. അതിൻ്റെ എക്സാമ്പിളാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കോസ്റ്റ് സെൻറ്ററാണ്. അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഒരു കോസ്റ്റ് സെൻറ്ററാണ്. ദെൻ നെക്സ്റ്റ് ആണ് റവന്യൂ സെൻറ്റർ. അപ്പോൾ റെസ്പോൺസിബിലിറ്റി സെൻറ്ററിലെ ഒന്ന് കോസ്റ്റ് സെൻറ്ററാണ്, മറ്റൊന്ന് റവന്യൂ സെൻറ്റർ. എ യൂണിറ്റ് വേർ മാനേജർ ഈസ് റെസ്പോൺസിബിൾ ഓൺലി ജനറേറ്റിംഗ് റവന്യൂ. അപ്പോൾ കോസ്റ്റ് സെൻറ്ററിൽ കോസ്റ്റ് മാത്രം മാനേജർ റെസ്പോൺസിബിളാണ്. റവന്യൂ സെൻറ്ററിൽ എന്ത് മാത്രമാണ്, ഓൺലി റെസ്പോൺസിബിൾ ഫോർ റവന്യൂ അല്ലെങ്കിൽ സെയിൽസ് കൂട്ടുക മാത്രം. അപ്പോൾ മാനേജർ എന്ത് മാത്രമേ റെസ്പോൺസിബിൾ ഉള്ളൂ, സെയിൽസ് കൂട്ടുക, റവന്യൂ ഇൻക്രീസ് ചെയ്യിക്കാം. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് സെയിൽസ് പെർഫോമൻസിലാണ്. എക്സാമ്പിൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിവിഷനും റവന്യൂ സെൻറ്ററിൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് സെൻറ്ററാണ് പ്രോഫിറ്റ് സെൻറ്റർ. എ യൂണിറ്റ് വേർ ദി മാനേജർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ബോത്ത് കോസ്റ്റ് ആൻഡ് റവന്യൂ. ഒരു മാനേജർ കോസ്റ്റിനും റവന്യൂവിനും റെസ്പോൺസിബിൾ ആണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണിത് പ്രോഫിറ്റ് സെൻറ്റർ. അപ്പോൾ കോസ്റ്റ് മാത്രമാണെങ്കിൽ കോസ്റ്റ് സെൻറ്റർ, റവന്യൂ മാത്രമാണെങ്കിൽ റവന്യൂ സെൻറ്റർ,
കോസ്റ്റും റവന്യൂവും ഒരുമിച്ചാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് പ്രോഫിറ്റ് സെൻറ്റർ. കൃത്യമായിട്ട് 3 സെൻറ്ററും മനസ്സിലാക്കാം. ഇവിടെ പ്രോഫിറ്റ് സെൻറ്റർ ഫോക്കസ് ചെയ്യുന്നത് പ്രോഫിറ്റബിലിറ്റിയാണ്. കോസ്റ്റ് സെൻറ്റർ കോസ്റ്റ് കൺട്രോളായിരുന്നു. റവന്യൂ സെൻറ്റർ സെയിൽസ് ആയിരുന്നു. പ്രോഫിറ്റ് സെൻറ്റർ എന്താണ്? പ്രോഫിറ്റബിലിറ്റിയാണ്. എക്സാമ്പിളാണ് ബ്രാഞ്ച് ഓഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ ബ്രാഞ്ച് പ്രോഫിറ്റ് സെൻറ്ററിൻ്റെ എക്സാമ്പിളാണ്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഡിവിഷനും പ്രോഫിറ്റ് സെൻറ്ററിൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് വരുന്ന സെൻറ്ററാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ. എ യൂണിറ്റ് വേർ മാനേജർ ഈസ് റെസ്പോൺസിബിൾ ഫോർ കോസ്റ്റ്, റവന്യൂ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. കോസ്റ്റും റവന്യൂവും അതിനോടൊപ്പം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസും കൂടി മാനേജർ റെസ്പോൺസിബിൾ ആണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണത് ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്റർ. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ROI എന്ന് പറയും. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. എക്സാമ്പിളാണ് ലാർജ് ഡിവിഷൻ ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ്, MNCകളുടെ ലാർജ് ഡിവിഷനൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്ററാണ്. അപ്പോൾ 4 സെൻറ്ററാണ് പറഞ്ഞത്. ഒന്ന് കോസ്റ്റ് സെൻറ്റർ, അവിടെ എന്താണ്? മാനേജർ റെസ്പോൺസിബിൾ ഫോർ ഓൺലി കോസ്റ്റാണ്. 2 റവന്യൂ സെൻറ്റർ, അവിടെ മാനേജർ റെസ്പോൺസിബിൾ ഫോർ ഓൺലി റവന്യൂ ആണ്. 3 പ്രോഫിറ്റ് സെൻറ്റർ, അവിടെ റവന്യൂവും റെസ്പോൺസിബിൾ ആണ്, കോസ്റ്റും റെസ്പോൺസിബിൾ. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്ററിൽ കോസ്റ്റ്, റവന്യൂ, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസും. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക്കാണ്, വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് സെൻറ്റർ ആൻഡ് കോസ്റ്റ് യൂണിറ്റ്. അപ്പോൾ നമ്മൾ 2 ടോപ്പിക്ക് പറഞ്ഞു ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട്. കോസ്റ്റ് സെൻറ്ററിനെ കുറിച്ചും പറഞ്ഞു, കോസ്റ്റ് യൂണിറ്റും പറഞ്ഞു. ഇനി അതിൻ്റെ ഡിഫറൻസ് 3 കോളമായിട്ടാണ് നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് കോളം ബേസിസ്, സെക്കൻഡ് കോളം കോസ്റ്റ് സെൻറ്റർ, തേർഡ് കോളം കോസ്റ്റ് യൂണിറ്റ്. അതിൽ ഫസ്റ്റ് ബേസിസിൽ മീനിങ് ആണ് എ കോസ്റ്റ് സെൻറ്റർ ഈസ് എ പ്ലേസ് ആവാം, ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ആക്ടിവിറ്റി വേർ കോസ്റ്റ് ആർ ഇൻകേർഡ്. ഏത് ഭാഗത്തു നിന്നാണ് കോസ്റ്റ് ഇൻകേർഡ് ചെയ്യുന്നത് അതിൻ്റെ പ്ലേസോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റോ ആക്ടിവിറ്റിക്കോ പറഞ്ഞ പേരാണത് കോസ്റ്റ് സെൻറ്റർ. ദെൻ കോസ്റ്റ് യൂണിറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിൻ്റെ യൂണിറ്റാണ്, ഓർ സർവീസ് ഓർ ഓപ്പറേഷൻ ഫോർ വിച്ച് കോസ്റ്റ് ആർ ഈസ് അസർട്ടൻ. കോസ്റ്റ് അസർട്ടൻ ചെയ്യുന്ന ഔട്ട്പുട്ടിൻ്റെ യൂണിറ്റാണിത് കോസ്റ്റ് യൂണിറ്റ്. ദെൻ സെക്കൻഡ് ബേസാണ് ഫോക്കസ്. കോസ്റ്റ് സെൻറ്റർ ഫോക്കസ് ഓൺ കൺട്രോളിങ് കോസ്റ്റ് ഇൻക്ലൂഡ് ഇൻ എ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ആക്ടിവിറ്റി. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ ആക്ടിവിറ്റിയിൽ നിന്നുള്ള കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്താണ് കോസ്റ്റ് സെൻറ്ററിൻ്റെ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്നത്. ദെൻ കോസ്റ്റ് യൂണിറ്റ് ഫോക്കസ് ഓൺ അസർട്ടൈനിങ് ദി കോസ്റ്റ് കണ്ടെത്തുക പെർ യൂണിറ്റ് ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. അല്ലേ, ഒരു യൂണിറ്റിന് എത്ര കോസ്റ്റ് വന്നു എന്ന് കണ്ടെത്തുക. ദെൻ നാച്ചുറൽ കോസ്റ്റ് സെൻറ്ററിൻ്റെ നാച്ചുറൽ ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി സെൻറ്ററിലെ ഒരു ടൈപ്പാണിത് കോസ്റ്റ് സെൻറ്റർ. ദെൻ കോസ്റ്റ് യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ആണ്, മെഷർമെൻറ്റിൻ്റെ ഒരു യൂണിറ്റാണിത് കോസ്റ്റ് യൂണിറ്റ്. നെക്സ്റ്റ് ആണ് എക്സാമ്പിൾ. കോസ്റ്റ് സെൻറ്ററിൻ്റെ എക്സാമ്പിളാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ദെൻ കോസ്റ്റ് യൂണിറ്റിൻ്റെ എക്സാമ്പിളാണ് കോസ്റ്റ് പെർ യൂണിറ്റ്, കോസ്റ്റ് പെർ kg, ഇപ്പോൾ kg ആവാം, കോസ്റ്റ് പെർ മെഷീൻ അവർ, കോസ്റ്റ് പെർ പേഷ്യൻറ്റ്, കോസ്റ്റ് പെർ കിലോമീറ്റർ. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ യൂണിറ്റുകളാണ്, ഓരോ യൂണിറ്റുകൾ എക്സാമ്പിൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് പർപ്പസ്. കോസ്റ്റ് സെൻറ്ററിൻ്റെ പർപ്പസ് പറഞ്ഞാൽ ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് കോസ്റ്റ് ഇൻക്ലൂഡ് ഇൻ എ ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൺട്രോൾ ചെയ്ത കോസ്റ്റ് അല്ലേ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് അത് ലക്ഷ്യം വെക്കുക. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, അതാണ് പർപ്പസ്. ദെൻ കോസ്റ്റ് യൂണിറ്റിലോ ടു ഡിറ്റർമൈൻ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് 1 യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഓർ റെൻഡറിങ് 1 യൂണിറ്റ് ഓഫ് സർവീസ്. അല്ലെ, ഒരു ഔട്ട്പുട്ട് നമ്മൾ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും എന്ന് തീരുമാനിക്കാം. ദെൻ കോസ്റ്റ് സെൻറ്റർ ആൻസർ ദി ക്വസ്റ്റ്യൻ വേർ ദി കോസ്റ്റ് ഈസ് ഇൻക്വേർഡ്. എവിടുന്നാണ് കോസ്റ്റ് വന്നത്, അതാണ് കോസ്റ്റ് സെൻറ്ററിൻ്റെ ആൻസർ. ദെൻ കോസ്റ്റ് യൂണിറ്റിൻ്റെയോ
ഇറ്റ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻ ഫോർ വാട്ട് കോസ്റ്റ് ഈസ് അസേർട്ട്. നമ്മൾ എന്ത് കോസ്റ്റാണ് അസർട്ടൈൻ ചെയ്തത്. ലാസ്റ്റ് പോയിൻ്റ് ആണ് ബേസിസ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫങ്ഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ആക്ടിവിറ്റി. കോസ്റ്റ് സെൻറ്റർ ഒരു കോസ്റ്റിൻ്റെ ഫങ്ഷന് അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ കോസ്റ്റ് യൂണിറ്റോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് സർവീസ് ഓപ്പറേഷൻ. അല്ല, ഔട്ട്പുട്ടും സർവീസും ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടതാണ് കോസ്റ്റ് യൂണിറ്റ്. അപ്പോൾ കോസ്റ്റ് സെൻറ്ററും കോസ്റ്റ് യൂണിറ്റും കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്, പിന്നെ കോസ്റ്റ് യൂണിറ്റ്, റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സ്, ഫൈനലി കോസ്റ്റ് സെൻറ്ററും കോസ്റ്റ് യൂണിറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ക്ലാസ്സുകൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.